പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ദിഗ്രഹ യോഗമാണ്. ഇവിടെ ദിഗ്രഹ യോഗത്തിൽ ബുധനും ശനിയും തമ്മിലുള്ള യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ബുധനും ശനിയും തമ്മിലുള്ള യോഗം ഒരു വളരെ നല്ലൊരു യോഗമായി തോന്നുന്നില്ല. മായാബഡുർ ലംഘക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൗശലക്കാരനായ ബുധനും ചതിയനായ വഞ്ചകനായ ശനിയും കൂടെ വരുമ്പോൾ ആ യോഗത്തിൻ്റെ ഫലം അപ്രകാരം തന്നെയാണ്. മായാബഡുഹു ലംഘക സഹ മായായാം പടുഹു ഭവതി. അയാൾ മായയിൽ പടുവാകുന്നു. അയാൾ ഇല്ലാത്തതൊക്കെ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കി പറയുന്നു. യഥാർത്ഥത്തിൽ പല പ്രഗത്ഭരായ കൺകെട്ട് വിദ്യക്കാരുടെയും നല്ലൊരു മജീഷ്യൻ്റെ ജാതകത്തിലൊക്കെ തന്നെ ഈ യോഗമുണ്ടാകും. ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുക, സൃഷ്ടിച്ച് മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുക. ഇതാണ് കൺകെട്ടുകാരൻ്റെ, ജാലവിദ്യക്കാരൻ്റെ തൊഴിൽ. അതിനാൽ നല്ല ഒരു ജാലവിദ്യക്കാരനാകാം, മായയിൽ പടുവാകാം. അതാണ് മായാപടു. ഈ യോഗമുള്ള വ്യക്തികൾ പലപ്പോഴും ഇല്ലാത്ത കഥകളൊക്കെ, നുണക്കഥകളൊക്കെ പ്രചരിപ്പിച്ച ആളാകും. മറ്റുള്ളവർ അന്യനെ വഞ്ചിക്കും. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് ഈ യോഗത്തിന്. ഇല്ലാത്തത് ശൂന്യമായി സൃഷ്ടിക്കുക, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച് പരത്തി പറഞ്ഞ് ഇംപ്രഷൻ നേടുക താൽക്കാലികമായി. പക്ഷെ അത് അങ്ങോളം നിലനിൽക്കാൻ പറ്റില്ല. അടുത്തതായി മറ്റൊരു ഫലം പറഞ്ഞിരിക്കുന്നത് ലംഘക സഹ ലംഘക ഭവതി. ലംഘക എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ ഗുരുവചനാതിക്രാമീ ഭവതി. തൻ്റെ ഗുരുജനങ്ങൾ പറയുന്നത് അനുസരിക്കാതിരിക്കും. ഗുരുജനങ്ങളെ അനുസരിക്കില്ല, നിന്ദിക്കും, ബഹുമാനിക്കില്ല. അത് പിതാവായാലും തൻ്റെ ഗുരുവായാലും. അങ്ങനെയുള്ള വ്യക്തികളെ അംഗീകരിക്കാത്ത വ്യക്തിയുമാകുന്നു ലംഘക എന്ന വാക്കിൻ്റെ അർത്ഥം. അതിനാൽ ശൂന്യതയിൽ നിന്നും കാര്യങ്ങൾ ഉണ്ടാക്കുക, ആര് പറഞ്ഞാലും അനുസരിക്കില്ല. താൻ തോന്നി എന്ന് പറയും മലയാളത്തിൽ. താൻ തോന്നിയായി ജീവിക്കും, തൻ്റെ ഇഷ്ടം, അതാരായാലും താൻ അനുസരിക്കില്ല. അങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിൽ നിങ്ങൾക്ക് ധാരാളം കാണാവുന്നതാണ്. നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ ജാതകത്തിലും അപ്രകാരമുള്ള യോഗമുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. നമസ്തേ.